തിരുവനന്തപുരം കാരേറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ 2 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ്. 1950 സ്കൂളിന്റെ തുടക്കകാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായിരിക്കുന്നത്. കെട്ടിടം പൊളിക്കാനുള്ള അനുമതി വൈകുന്നുവെന്ന ആക്ഷേപങ്ങളും ശക്തം. വിദ്യാർത്ഥികൾ ഏറ്റവും സുരക്ഷിതമായി നിൽക്കേണ്ട സ്ഥലമാണ് സ്കൂളുകൾ. പക്ഷേ ഈ കാരേറ്റ് ഹൈസ്കൂളിൽ നിന്ന് വരുന്ന വാർത്ത സ്കൂളിൽ അപകടാവസ്ഥയിൽ കെട്ടിടങ്ങളുണ്ട്, അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ കെട്ടിടങ്ങളും ഈ സ്കൂളുകളും വരുന്നത്. പക്ഷേ ഇവിടെ ഈ പഴകിയ കെട്ടിടമായിട്ട് പോലും അത് പൊളിച്ചു മാറ്റാനായി ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ ഇവിടെ ക്ലാസുകൾ നടക്കുന്നില്ല. പക്ഷേ ഈ കോമ്പൗണ്ടിൽ തന്നെ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കെട്ടിടങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാകുന്നു എന്നുള്ളതാണ് മാതാപിതാക്കളുടെ അടക്കം പരാതി. അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെങ്കിലും അതിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അധ്യയന വർഷ ആരംഭം തന്നെ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കെട്ടിടങ്ങൾ ഇതുവരെ പൊളിച്ചു മാറ്റാൻ തയ്യാറായിട്ടില്ല. കൂടാതെ അവിടെ ഒരു മറ്റ് സംരക്ഷണ ഭിത്തികളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സുരക്ഷാ മുൻകരുതലോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. 1950 ഈ സ്കൂളിന്റെ ആരംഭകാലത്ത് നിർമ്മിച്ച 2 ഓടിട്ട കെട്ടിടങ്ങളാണ്. ഇനി മഴ വരാൻ പോകുന്നു, അങ്ങനെ ഓടൊക്കെ ഇളകി മാറാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾ കളിക്കുന്ന സ്ഥലമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടങ്ങൾ എത്രയും വേഗം പൊളിച്ചു മാറ്റണമെന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുകയും ചെയ്യുന്നത്. ഇതിൽ അധികൃതരുടെ ഭാഗത്തുള്ള വിശദീകരണം എന്ന് പറയുന്നത് ഈ കെട്ടിടം പൊളിക്കാനുള്ള ക്ലിയറൻസ് ഒക്കെ പൂർത്തിയായാൽ എത്രയും വേഗം തന്നെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുമെന്നുള്ളതാണ്. പക്ഷെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറച്ച് ദിവസങ്ങളായി ക്ലാസ് തുടങ്ങിയിട്ട് അത് കൂടുതൽ ഭീഷണിയാവുന്നു എന്നുള്ളതാണ് ആശങ്ക.